എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ICDS സൂപ്പർവൈസർ എക്സാം 2024 ഡീറ്റെയിൽഡ് സിലബസും മറ്റു കാര്യങ്ങളും PSC പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി പോവാം. അപ്പോൾ എക്സാം വരുന്നത് 2024 ഒക്ടോബർ 22-ാം തീയതിയാണ്. കാറ്റഗറി നമ്പർ 245/2023. ഇതിൻ്റെ കൺഫർമേഷൻ ഓൾറെഡി ആക്റ്റീവാണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്ത എല്ലാവരും അത് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. പിന്നീട് ഇതിൽ ഏകദേശം 19,000-ഓളം ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് കോമ്പറ്റീഷനൊക്കെ നോക്കി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഡീറ്റെയിൽഡ് സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഈ ഒരു എക്സാമിന് ഉണ്ടായിരുന്ന സിലബസിന് ചെറിയ വേരിയേഷൻസ് ഒക്കെയാണ് സിലബസിലുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് സിലബസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം വരുന്നത് സോഷ്യോളജിയാണ്. പാർട്ട് 1 ഏകദേശം 25 മാർക്കാണ് ആ ഒരു പാർട്ട് 1 കൊടുത്തിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് സോഷ്യോളജി ആണ്. അതിൽ കീ കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യോളജി, പിന്നെ നേച്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫാമിലി, ടൈപ്സ് ഓഫ് ഫാമിലി, ചേഞ്ചിങ് റോൾ ഓഫ് ഫാമിലി, ഇതൊക്കെയാണ് മൊഡ്യൂൾ 1 വരുന്ന ബേസിക്സ് ഓഫ് സോഷ്യോളജിയിൽ കവർ ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂൾ 2 വരുന്നത് സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അതായത് ഡൊമസ്റ്റിക് വയലൻസ്, ആൽക്കഹോളിസം, ഡവറി ഡെത്ത്, ഡ്രഗ് അഡിക്ഷൻ, ചൈൽഡ് ലേബർ, വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ, പ്രോബ്ലംസ് ഓഫ് എൽഡർലി, പ്രോബ്ലംസ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 നിങ്ങൾ കവർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 വരുന്ന ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ആണ്. അതായത് പോവർട്ടി അലിവേഷൻ, കൺസ്യൂമറിസം, റൂറൽ അർബൻ ഡിസ്പാരിറ്റീസ്, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, പ്രോബ്ലം ഓഫ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, അത്രയാണ് മൊഡ്യൂൾ 3 വരുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 വിമൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് മൊഡ്യൂൾ 4. വിമൻ ഇൻ ഗവേണൻസ്, ജെൻഡർ ഇഷ്യൂസ്, എംപവർമെൻറ്റ് ഓഫ് വുമൺ, പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, വുമൺ ഇൻ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ഇതൊക്കെയാണ് മൊഡ്യൂൾ 4 വരുന്നത്. 5 ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ICDS പ്രോഗ്രാംസ്. അതിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ, ഒബ്സർവേഷൻ ടെക്നിക്സ്, ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ, ക്വസ്റ്റ്യനെയേഴ്സ്, കേസ് സ്റ്റഡി മെത്തേഡ്, ഇതൊക്കെയാണ് ആ ഒരു മൊഡ്യൂൾ 5 വരുന്നത്. അപ്പോൾ പാർട്ട് 1 5 മൊഡ്യൂൾസ് ആണ് 25 മാർക്സിനായിട്ട് കവർ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് പാർട്ട് 2 നോക്കുകയാണെങ്കിൽ അതിൽ സോഷ്യൽ വർക്കാണ് വരുന്നത്. അതിനും 25 മാർക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 2 ആയിട്ടുള്ള സോഷ്യൽ വർക്കിനും 25 മാർക്സ് ആണ്. അതിലും ഇതുപോലെ 4 മൊഡ്യൂൾസ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് മൊഡ്യൂൾ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ, അതിന് 5 മാർക്കാണ് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ആണെങ്കിൽ പ്രൈമറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്, അതിന് 8 മാർക്ക് ഉണ്ട്. മൊഡ്യൂൾ 3 ആണെങ്കിൽ സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്, അതിനും 8 മാർക്ക് ഉണ്ട്. പിന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടീസസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ, അതാണ് മൊഡ്യൂൾ 4, അതിന് 4 മാർക്ക്. അങ്ങനെ ടോട്ടൽ 25 മാർക്സിനാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പാർട്ട് 2 നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ്. ഇനി നെക്സ്റ്റ് പാർട്ട് 3 ആണ്. അതിൽ സൈക്കോളജി ആണ് വരുന്നത്. 25 മാർക്കിന് തന്നെയാണ് പാർട്ട് 3 വരുന്നത്. അതിലും ഏകദേശം 10 മൊഡ്യൂൾസ് ആയിട്ടാണ് ഈ ഒരു പാർട്ട് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ അറ്റൻഷൻ, സെക്കൻഡ് മൊഡ്യൂൾ പെർസെപ്ഷൻ, മൊഡ്യൂൾ 3 മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ്, ഫോർത്ത് മൊഡ്യൂൾ ആണെങ്കിൽ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഫിഫ്ത്ത് മൊഡ്യൂൾ തിങ്കിങ്, സിക്സ്ത് മൊഡ്യൂൾ വരുന്നത് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ, സെവൻത്ത് ലേണിംഗ് ആൻഡ് 8th പേഴ്സണാലിറ്റി, പിന്നെ 9th and 10th എന്ന് പറയുന്നത് സോഷ്യൽ പെർസെപ്ഷൻ ആൻഡ് സൈക്കോപാത്തോളജി. ഇതാണ് 10 മൊഡ്യൂൾസ് ആയിട്ട് മൂന്നാമത്തെ പാർട്ടിലെ സൈക്കോളജി എന്ന വിഭാഗത്തിൽ വരുന്ന ടോപ്പിക്സ്. 25 മാർക്കാണ് ഈ ഒരു പാർട്ടിനും വരുന്നത്. നെക്സ്റ്റ് പാർട്ട് 4 കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ ഹോം സയൻസ്, അതിനും 25 മാർക്കാണ് ടോട്ടൽ. അപ്പം അതിൽ 3 മൊഡ്യൂൾസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ആദ്യത്തെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് 10 മാർക്കിന്, ചൈൽഡ് ആൻഡ് മെറ്റേണൽ ന്യൂട്രീഷൻ 8 മാർക്കിന്, പിന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് 7 മാർക്കിന്. അപ്പം ഇങ്ങനെയാണ് ടോട്ടൽ 25 മാർക്ക് ഫോർത്ത് പാർട്ടായിട്ടുള്ള കമ്മ്യൂണിറ്റി സയൻസ് ഓർ ഹോം സയൻസിന് വരുന്നത്. അപ്പോൾ ടോട്ടൽ 4 പാർട്ട്, ഈച്ച് പാർട്ടിന് 25 മാർക്ക് വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽഡ് സിലബസ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ
ഈ സിലബസിൻ്റെ ടോപ്പിക്സ് ഒക്കെ മാക്സിമം നമുക്ക് കവർ ചെയ്യാനായിട്ട് നോക്കാം. ഒക്ടോബർ 22 എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ അതുവരെ ടൈം ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സെൽഫായിട്ടും പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ചാനൽ നോക്കി പുതിയ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയുള്ള ലിമിറ്റഡ് ടൈം എല്ലാവരും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.